ഹലോ എവ്രി വൺ, സർവേയിങ് സബ്ജക്റ്റിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇറേഴ്സ് ഇൻ ചെയിനിങ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇറേഴ്സ് ഇൻ ചെയിനിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ, കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇൻകറക്റ്റ് ചെയിൻ ലെങ്ത് കൊണ്ടുണ്ടാവാൻ പറ്റുന്ന ഇറേഴ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ആ വക കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് കുറച്ച് ഇറേഴ്സ് പഠിക്കാം. അതിനുശേഷം ആ ഇറേഴ്സിനൊക്കെ എങ്ങനെ ചെയിനിങ്ങിൽ അല്ലെങ്കിൽ ടേപ്പ് കൊണ്ടുണ്ടാവുന്ന മെഷർമെൻറ്റിൽ കറക്ഷൻസ് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതാണ്. അപ്പോൾ ഇറേഴ്സിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഇറേഴ്സ്, പിന്നെ കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇറേഴ്സ് ആൻഡ് നെഗറ്റീവ് ഇറേഴ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇറർ എന്ന് പറയുന്നത് എപ്പോഴും മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ പോസിറ്റീവാണ്, അതായത് ട്രൂ ലെങ്ത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ലെങ്ത്താണ് നമ്മൾ തെറ്റായി മെഷർ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. മെഷേർഡ് വാല്യൂ കുറവാണ് ട്രൂ വാല്യൂവിനേക്കാളും, അല്ലെങ്കിൽ മെഷേർഡ് ലെങ്ത് കുറവാണ് ട്രൂ ലെങ്ത്തിനേക്കാളും എങ്കിൽ ആ ഇറർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കും. കറക്ഷൻ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റൊരു ടൈപ്പ് ഓഫ് ഇറർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവും കോമ്പൻസേറ്റിങ്ങും ആണ്. എന്താണ് ക്യുമുലേറ്റീവ് ഇറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഇറർ നമ്മൾ ഒബ്വിയസ്ലി നമുക്കൊരു ട്രാവേഴ്സ് കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഏരിയ നമുക്ക് സർവേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു ലെങ്ത് മാത്രമല്ലായിരിക്കും നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. ഒരുപാട് ലെങ്ത്സ് നമുക്ക് മെഷർ ചെയ്താൽ മാത്രമേ ആ ഒരു ട്രാവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫുൾ ഗ്രൗണ്ടിൻ്റെ സർവേയിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ലൈനിൽ മെഷർ ചെയ്തപ്പോൾ ഒരു ഇറർ വന്നു, അതേപോലെ തന്നെ സെയിം ടൈപ്പ് ഓഫ് ഇറർ മറ്റേ ലൈൻ മെഷർ ചെയ്തപ്പോഴും വന്നു. ഇങ്ങനെ ഓരോ ലൈൻ മെഷർ ചെയ്യുമ്പോഴും ഈ ഇറർ ഇങ്ങനെ കൂടി അക്യുമുലേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അക്യുമുലേറ്റീവ് ഇറർ എന്ന് പറയും. ഇതിനെ ക്യുമുലേറ്റീവ് ഇറർ എന്ന് പറയും. അതായത് ഒരേ ഡയറക്ഷനിൽ, അതായത് ഒരേ രീതിയിൽ ഉള്ള ഇറർ ഒരേപോലെ അക്യുമുലേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്യുമുലേറ്റീവ് ഇറർ എന്ന് പറയും. ചില ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരിടത്ത് നമ്മൾ കൂടിയെടുത്തു, ഓക്കെ, അത് കുറച്ചൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും അത് കുറച്ചെടുത്ത്, ആ ഒരു ലെങ്ത് കുറച്ചെടുത്തപ്പോഴേക്കും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലായി, നെഗറ്റീവും പോസിറ്റീവും കൂടി വന്ന് ക്യാൻസലായി ആ ഒരു ഇറർ മൊത്തത്തിൽ നമ്മുടെ സർവേയിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇററിനെയാണ് കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറയുന്നത്. അതായത് 2 ഡയറക്ഷനിലും ഉണ്ടാവുന്ന ഇറർ, അതായത് 2 ടൈപ്പ് ഇററും വരാം, പോസിറ്റീവും നെഗറ്റീവും വരാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലായി അല്ലെങ്കിൽ ഒരു രീതിയിൽ ബാലൻസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ദേ ടെൻസ് ടു കോമ്പൻസേറ്റ്, അങ്ങനെയുള്ള ഇറേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ്. ഒരു മെയിനായിട്ട് എടുത്തു പറയാനാണെങ്കിൽ 9 ടൈപ്പ് ഓഫ് ഇറർ ആണ് ചെയിൻ സർവേയിങ്ങിൽ അല്ലെങ്കിൽ ടേപ്പ് മെഷർമെൻറ്റ്സിലൊക്കെ വരാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് വൺ, ഇറേനിയസ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ദി ടേപ്പ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്, എങ്ങനെ അതിൻ്റെ കറക്ഷൻ ട്രൂ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. നെക്സ്റ്റ് വൺ ഈസ് കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ്. തേർഡ് വൺ ഈസ് നോൺ ഹൊറിസോണ്ടാലിറ്റി. ഫോർത്ത് വൺ ഈസ് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ. ഫിഫ്ത്ത് വൺ ഈസ് പേഴ്സണൽ മിസ്റ്റേക്സ്. പേഴ്സണൽ മിസ്റ്റേക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നോക്കുന്നില്ല, കാരണം ആരോ തെറ്റായ സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ റീഡിങ് തെറ്റായിട്ട് മാർക്ക് ചെയ്യുക, റീഡിങ്ങിലെ നമ്പേഴ്സ് തെറ്റായിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടേപ്പ് അല്ലെങ്കിൽ ചെയിനിൽ നമ്മൾ ലെങ്ത് റീഡ് ചെയ്യുമ്പോൾ അത് ഇൻകറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പേഴ്സണൽ മിസ്റ്റേക്ക്. അതായത് ചെയ്യുന്ന ഒരു ചെയിൻ മാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ കെയർലെസ്നെസ് കൊണ്ടുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, അതാണ് പേഴ്സണൽ മിസ്റ്റേക്സിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ, ബാഡ് റേഞ്ചിങ്, ബാഡ് സ്ട്രെയിറ്റനിങ്, സാഗ് ഇൻ ദി ചെയിൻ, അതുപോലെ വേരിയേഷൻ ഇൻ ദി പുൾ. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ചെയിൻ സർവേയിങ്ങിൽ വരുന്ന ഇറേഴ്സ്. 1 by 1 ആയിട്ട് നമുക്കത് നോക്കാം, അതിൻ്റെ കറക്ഷൻസും നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: ഏത് ടൈപ്പ് ഓഫ് ഇറേഴ്സാണ്, കോമ്പൻസേറ്റിംഗ് ആണോ, ക്യുമുലേറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒന്ന്, കറക്ഷൻ എങ്ങനെ ചെയ്യാം, അതിന് ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള ചെറിയ പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആദ്യമേ ഇറേനിയസ് ലെങ്ത് ഓഫ് ചെയിൻ. അപ്പോൾ ലെങ്ത് ഓഫ് ചെയിൻ ഇപ്പോൾ 20 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 20 മീറ്റർ
ആയിരിക്കില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ചെയിൻ. അതാണ് ഇറേനിയസ് ലെങ്ത് ഓഫ് ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് കൊണ്ട് ഉണ്ടാകുന്നത്. ഒബ്വിയസ്ലി ഒരു 20 മീറ്റർ ചെയിനാണ് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു 19 മീറ്ററേ ഉള്ളൂ. 19 മീറ്റർ എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊരു വാല്യൂ ആണ്. 19 മീറ്ററേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു 19 മീറ്റർ ചെയിൻ കൊണ്ടാണ് നമ്മൾ ഫുൾ ഗ്രൗണ്ടും മെഷർ ചെയ്യുന്നതെങ്കിൽ ഓരോ ലൈൻ മെഷർ ചെയ്യുമ്പോഴും ആ ഒരു ഇറർ റിപ്പീറ്റായി പോയിക്കൊണ്ടിരിക്കും. അതായത് ഒരു തരത്തിൽ അതൊരു ക്യുമുലേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇറർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. പിന്നെ ഇത് പോസിറ്റീവും നെഗറ്റീവും ആവും. ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദ ചെയിൻ ലെങ്ത് ഈസ് ലെസ് ദാൻ ദ ഡെസിഗ്നേറ്റഡ് ലെങ്ത് ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദ ചെയിൻ ലെങ്ത് ഈസ് മോർ ദാൻ ദ ഡെസിഗ്നേറ്റഡ് ലെങ്ത്. രണ്ട് പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ രണ്ട് കേസിലും വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഇതെല്ലാം കണ്ടതാണ്. ചെയിൻ ലെങ്ത് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മെഷേർഡ് ലെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും ദാൻ ദാറ്റ് ഓഫ് ദി ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ. അങ്ങനെ ആകുമ്പോൾ ഇറർ വിൽ ബി നെഗറ്റീവ്. ഇറർ ഈസ് ഓൾവേസ് എ മെഷേർഡ് ഡിസ്റ്റൻസ് മൈനസ് ട്രൂ ഡിസ്റ്റൻസ് ആണ്. വെൻ ദ ചെയിൻ ഈസ് ടു ഷോർട്ട് എന്താ സംഭവിക്കുക? മെഷേർഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ ആവുമ്പോൾ ഇറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു കാര്യം ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഫിംഗർ ഒന്നും വരച്ചത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇറേനിയസ് ലെങ്ത് ഓഫ് ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് എന്ന് പറയുന്നത് അത് ക്യുമുലേറ്റീവ് ടൈപ്പ് ഓഫ് ഇറർ ആണ്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇറർ എന്ന് പറയുന്നത് ഒരു 3 സെറ്റ് ഓഫ് ഇറേഴ്സ് നമുക്ക് നോക്കാം. കാരണം ഇവർ 3 പേര് ഏകദേശം ഒരേ സ്വഭാവത്തിൽ വരുന്ന ഇറേഴ്സാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ബാഡ് റേഞ്ചിങ് ആണ്. ബാഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതാണ് എ ബി ലൈൻ. ഈ എ ബി ലൈനിന് എലോങ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ചെയിൻ പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ എന്തോ കുറ്റം ആരുടെയോ കെയർലെസ്നെസ് കൊണ്ട് ചെയിൻമാൻ്റെ തെറ്റുകൊണ്ട് ഇവിടെ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള എ ബി ലൈൻ പിടിക്കുന്നതിന് പകരം അയാൾ ചെയിൻ ഇങ്ങനെ കുറച്ച് മാറ്റിയൊന്ന് ഇട്ടു. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഒരു ആംഗിൾ മാറിയാണ് നമ്മുടെ ചെയിൻ പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് എല്ലും ഈ ലെങ്ത് എൽ ഡാഷും ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ആ ഒരു ലൈൻ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എൽ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇറർ എന്ന് പറയുന്നത് എൽ ഡാഷ് മൈനസ് എൽ ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എപ്പോഴും ഈ ചെയിൻമാൻ വന്നിട്ട് ഇതുപോലെ ആ ലൈനിനെ എലോങ് അല്ല പിടിക്കുന്നത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാണ് പിടിക്കുന്നത്. അതിനെയാണ് ബാഡ് റേഞ്ചിങ് എന്ന് പറയുന്നത്. റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ഫിക്സ് ചെയ്യുക. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ചെയിൻ സർവേയിങ് ചെയ്ത് പോകുമ്പോൾ അതിനിടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ലൈൻസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് റേഞ്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാഡ് റേഞ്ചിങ് ആണ് എല്ലാ സ്ഥലത്തും ചെയ്തു പോകുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇറർ ആയിരിക്കും. അതായത് ഇപ്പോൾ ഇതിനെ നമുക്ക് ഇനി നെഗറ്റീവ് ആക്കാൻ ഒരു ചാൻസും ഇല്ല. നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ മാത്രമേ ഈ ടൈപ്പ് ഓഫ് ഒരു ഇറർ വന്നിട്ട് കോമ്പൻസേറ്റിംഗ് ആവുകയുള്ളൂ. ഇവിടുന്ന് ഏതൊരു പൊസിഷനിൽ മാറ്റി പിടിച്ചു കഴിഞ്ഞാലും ഒബ്വിയസ്ലി ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എ ബിയേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് എപ്പോഴും ലൈനിൻ്റെ ലെങ്ത് കൂടി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഇററാണ്. നെക്സ്റ്റ് വൺ ബാഡ് സ്ട്രെയിറ്റനിങ് ആണ്. ബാഡ് സ്ട്രെയിറ്റനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് എ ബി എന്നുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ മെഷർ ചെയ്യാനാണ് നമുക്ക് വേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നതിന് പകരം ഈ ചെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കേർവ് ആയിട്ട് പിടിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നതിന് പകരം കേർവ് ആയിട്ട് പിടിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനാണ് ബാഡ് സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഈ കേർവിൻ്റെ ലെങ്ത് എൽ ഡാഷ് ആണ്. ഇതിൻ്റെ ലെങ്ത് എൽ ആണെന്നുണ്ടെങ്കിൽ എൽ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൽ ആയിരിക്കും. അതായത് ഇറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇതുപോലൊരു കേർവ് രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആ ഒരു പോയിന്റ്സ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈനിലല്ല നമ്മൾ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതൊരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇറേഴ്സ് തന്നെയായിരിക്കും. സോ ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഇറർ. നെക്സ്റ്റ് വൺ നോൺ ഹൊറിസോണ്ടാലിറ്റി. നോൺ ഹൊറിസോണ്ടാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഒരു മെത്തേഡാണ് മറ്റേ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? ആദ്യമേ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യും. അവിടുന്ന് ചെയിൻ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കും. ഇവിടുന്ന്
ആ ഒരു പർട്ടിക്കുലർ എവിടെയാണ് ചെയിൻ എൻഡ് ചെയ്തത് ആ ഒരു പോയിന്റിന് ഡ്രോപ്പ് ആരോ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യും. പിന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന് നമ്മുടെ ചെയിൻ സ്ട്രെച്ച് ചെയ്ത്, ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് എന്തായാലും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ അടുത്ത് ഡ്രോപ്പ് ആരോ പ്ലേസ് ചെയ്യുന്നു. ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാക്ട്ലി ഈ സ്ട്രെയിറ്റ് ലൈനിൽ പിടിക്കാനുണ്ടായിരുന്ന നമ്മുടെ ലൈനിനെ കുറച്ചൊന്ന് ചരിച്ച് അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിലാണ് പിടിച്ചതെന്ന് വിചാരിക്കുക. ഇത് കുറച്ച് വലുതാക്കി എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് എക്സാക്ട്ലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കേണ്ടതിന് സ്ട്രെയിറ്റ് അല്ല, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് പിടിക്കേണ്ടതിന് കുറച്ചൊന്ന് മാറി ഇച്ചിരി ഒന്ന് താന്നാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ലെങ്ത് എന്ന് പറയുന്നത് എൽ ഡാഷും ഈ ലെങ്ത് എൽ ഡാഷും ഈ ലെങ്ത് എല്ലും ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റും എൽ ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ എൽ ആണ്. അതായത് ഹൊറിസോണ്ടലായിട്ട് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ മെഷർ ഡിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ. മെഷർ ഡിസ്റ്റൻസ് കൂടുതലായി കഴിഞ്ഞാൽ ഇറർ ഈസ് ഓൾവേസ് മെഷർ ഡിസ്റ്റൻസ് -2 ഡിസ്റ്റൻസ് ആണ്. സോ ദ ഇറർ ഇസ് പോസിറ്റീവ്. സോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 സെറ്റ്, ബാഡ് റേഞ്ചിങ്, ബാഡ് സ്ട്രെയിറ്റനിങ്, അതുപോലെ തന്നെ നോൺ ഹൊറിസോണ്ടാലിറ്റി, ഇത് 3ഉം ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ലോജിക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു സ്ട്രെസ് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക എങ്ങനെയാണ് വന്നത്. ഇതിനകത്ത് ബാഡ് റേഞ്ചിങ് ആണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഈസ് സാഗ് ഇൻ എ ചെയിൻ ആണ്. ചില സമയത്ത് നമുക്കറിയാം നമ്മൾ ചെയിൻ, വലിയ ചെയിൻ എന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉള്ള 20 മീറ്ററൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ എക്സാക്ട്ലി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, അല്ലെങ്കിൽ എക്സാക്ട്ലി അതിനെ ഹൊറിസോണ്ടലായിട്ട് പിടിക്കുക ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പിന്നെ അതിന് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു വെയിറ്റും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എക്സാക്ട്ലി അതിനെ കറക്റ്റായിട്ട് പിടിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുക, ഇങ്ങനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മുടെ ലെങ്ത്ത് വരേണ്ടതെങ്കിൽ പക്ഷെ ഇച്ചിരി ഒന്ന് വളഞ്ഞിട്ടായിരിക്കും നമ്മുടെ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് ഒബ്വിയസ്ലി ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് കൂടുതലായിരിക്കും ദാൻ ദാറ്റ് ഓഫ് ദ ട്രൂ ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇറർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എപ്പോഴും ഇതുപോലെ ഒരു സാഗിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇറർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ. വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് ചെയിനെല്ലാം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൻ്റെ വലിയ വേരിയേഷനുകൾ വരുമ്പോൾ ഇവരുടെ ലെങ്ത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ആണെങ്കിൽ കൂടിയും ഒബ്വിയസ്ലി കൂടിയും കുറഞ്ഞും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ചേഞ്ചസ് കാരണം ആ എക്സാക്റ്റ് ആ പറഞ്ഞിരിക്കുന്ന ലെങ്ത് ആയിരിക്കില്ല ഒറിജിനലി ആ ചെയിനിന് ഉണ്ടാവുക. അപ്പോൾ കൂടിയാവാം കുറഞ്ഞു ആവാം. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് ഈ ഇറേഴ്സ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വരുമ്പോഴേക്കും ഒന്നുകിൽ കൂടിയിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ചെയിൻ യൂസ് ചെയ്ത് നമ്മൾ ഫുൾ സർവേ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഇറർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ക്യുമുലേറ്റീവ് ഇറർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് വേരിയേഷൻ ഇൻ ദ പുൾ. വേരിയേഷൻ ഇൻ ദ പുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനെ എത്ര സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു അല്ലെങ്കിൽ എത്ര വലിച്ചാണ് നമ്മൾ ആ ചെയിൻ പിടിക്കുന്നത്, അതിൻ്റെ ഹാൻഡിൽ വെച്ചിട്ട് എത്ര വലിച്ചാണ് പിടിക്കുന്നത്. നല്ലപോലെ വലിച്ച് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചെയിൻ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൻസേറ്റിംഗ് ആണോ ഇത് ക്യുമുലേറ്റീവ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. കാരണം എന്ന് പറഞ്ഞാൽ ചിലർ ലൂസായിട്ട് ആയിരിക്കും പിടിക്കുന്നത്, ചിലർ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ആ രണ്ട് കേസിലും ഒബ്വിയസ്ലി ലെങ്ത്ത് കൂടിയും കുറഞ്ഞുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. അപ്പോൾ കോമ്പൻസേറ്റിംഗ് ആണോ ക്യുമുലേറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാനേ സാധിക്കില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ള് നമ്മളൊരു റെഗുലർ രീതിയിലല്ല പിടിക്കുന്നത്. ഒരാൾ ഒരു ചെയിൻമാൻ നല്ല രീതിയിൽ സ്ട്രെച്ച് ആയിട്ട് പിടിക്കും. വലിയൊരു ഗ്രൗണ്ടാണ്, അപ്പോൾ ഒരുപാട് ചെയിൻമാൻ ഉണ്ടാവും. ഒരാൾ നല്ല രീതിയിൽ നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിക്കും, ഒരാൾ എപ്പോഴും ഇങ്ങനെ വലിയ സ്ട്രെങ്ത് കൊടുക്കാതെ ലൂസായിട്ടായിരിക്കും പിടിക്കുന്നത്. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതൊരു കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ചിലയിടത്ത് നമ്മൾ കൂടുതലെടുത്തു, ചിലയിടത്ത് നമ്മൾ കുറച്ചെടുത്തു. ഒരെണ്ണത്തിൻ്റെ ഇറർ പോസിറ്റീവ്, ഒരെണ്ണത്തിൻ്റെ ഇറർ നെഗറ്റീവും ആയി. അത് തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ആയി അങ്ങ് പോയി. അങ്ങനെ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റിംഗ് ആയിട്ട് കോമ്പൻസേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇറർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഈ വലിച്ചു പിടിക്കുന്നതിൻ്റെ ആ ഒരു വേരിയേഷൻ. നെക്സ്റ്റ് കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയിൻമാൻ ഉണ്ട്, അയാൾ
എപ്പോഴും നല്ല സ്ട്രെച്ച് ചെയ്തിട്ടേ പിടിക്കൂ, അല്ലെങ്കിൽ മറ്റൊരു ചെയിൻമാൻ ഉണ്ട് അയാൾ എപ്പോഴും ലൂസായിട്ടേ പിടിക്കൂ, ആ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതൊരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇറർ ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വേരിയേഷൻ ഇൻ ദ പുൾ ക്യുമുലേറ്റീവ് ആണോ കോമ്പൻസേറ്റിംഗ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ ആ ഒരു വേർഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി വാല്യൂസിൽ കറക്ഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇൻ എ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. നെക്സ്റ്റ് വൺ വന്നിട്ട് കെയർലെസ് ഹോൾഡിങ് ആൻഡ് മാർക്കിംഗ് ആണ്. കെയർലെസ് ഹോൾഡിങ് ആൻഡ് മാർക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അതൊരു കോമ്പൻസേറ്റിംഗ് ഇറർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ചില സമയത്ത് കൂടി എടുക്കാം, കൂടി മാർക്ക് ചെയ്യാം, ചില സമയത്ത് കുറച്ച് മാർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ വാല്യൂസ് കൂട്ടിയും കുറച്ചും മാർക്ക് ചെയ്യാം. ആ ഒരു രീതിയിൽ അത് തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോകും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പൻസേറ്റിംഗ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറേഴ്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറി ടെക്സ്റ്റിൽ കിടന്നത് ഞാൻ പറയുന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി എല്ലാം നോക്കി കഴിഞ്ഞതാണ്. ഇതിനകത്ത് വേരിയേഷൻ ഇൻ ദ പുൾ എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് പ്ലസ് ഓ മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കുക, ഓപ്ഷനിൽ അങ്ങനെ കിട്ടുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം കോമ്പൻസേറ്റിംഗ് പ്ലസ് ഓർ മൈനസ്. പക്ഷേ നമുക്കത് എക്സാക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഒരു ആളുകളെ അല്ലെങ്കിൽ ചെയിൻമാനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് അത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള. ഇൻ കേസ് ഇങ്ങനെ കോമ്പൻസേറ്റിംഗ് പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാം. ഇതിനകത്ത് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിന്, ബാഡ് റേഞ്ചിങ്, പിന്നെ സാഗ് കറക്ഷൻ, ദെൻ സ്ലോപ്പ് കറക്ഷൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. സ്ലോപ്പിൻ്റെ ഇററിൻ്റെ കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം വന്നിട്ട് ആണ് കൂടുതലും എക്സാമിന് ചോദിക്കുന്നത്. പിന്നെ ടെമ്പറേച്ചറിൻ്റെ കേസ്, ഈ കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് കറക്ഷൻ. ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം ഇററാണ്. ഇററും കറക്ഷനും തമ്മിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കോൺസെപ്റ്റ് ആദ്യമേ പറഞ്ഞത്. ഓരോ സിറ്റുവേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് ലെങ്ത് കൂടുതലാണോ നമ്മൾ എടുക്കുന്നത്, ലെങ്ത് കുറവാണോ നമ്മൾ എടുക്കുന്നത്, ആ ഒരു കാര്യം ആദ്യമേ തന്നെ പറയാനുള്ള റീസൺ ഇതാണ്. ഇററും കറക്ഷൻസും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കറക്ഷൻസിൻ്റെ കേസസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ ഒന്ന് അബ്സല്യൂട്ട് ലെങ്ത്തിൻ്റെ ഒരു കറക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ട്രൂ ലെങ്ത് അല്ല ആ ചെയിൻ ഉള്ളതെങ്കിൽ അതിന് കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നു. അത് നമുക്ക് ഒരു ട്രൂ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. അതുകൊണ്ട് പിന്നെയും അത് എടുത്ത് പറയുന്നില്ല. നെക്സ്റ്റ് ടെമ്പറേച്ചറിൻ്റെ കറക്ഷൻ എങ്ങനെ ചെയ്യാം, ദെൻ പുൾ അല്ലെങ്കിൽ ടെൻഷൻ്റെ കറക്ഷൻ എങ്ങനെ ചെയ്യാം, സാഗ് കറക്ഷൻ, സ്ലോപ്പ് വരുന്ന സമയത്തുള്ള കറക്ഷൻ, അലൈൻമെൻറ്റ് തെറ്റിയെടുത്താലുള്ള കറക്ഷൻ, അതുപോലെ തന്നെ റിഡക്ഷൻ ടു സീ ലെവൽ, അതും കൂടി നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കറക്ഷൻസാണ് നമ്മൾ 1 by 1 ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് അബ്സല്യൂട്ട് ലെങ്ത്തിൻ്റെ കറക്ഷൻ, അതായത് ട്രൂ ലെങ്ത്ത് ഓഫ് ദ ചെയിൻ നമുക്കറിയായിരിക്കും, ഇൻകറക്റ്റ് ലെങ്ത് നമുക്കറിയായിരിക്കും. അതിൽ നിന്ന് ട്രൂ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് അതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി കറക്ഷൻ ടു ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ലെങ്ത് ഓഫ് ദ ചെയിൻ എന്ന് പറയുന്നത് കൂടുന്നു. ലെങ്ത് ഓഫ് ദ ചെയിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് കറക്ഷൻ ഈസ് ഓൾവേസ് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ്. മെഷേർഡ് വാല്യൂ കുറവാണ്, ട്രൂ വാല്യൂ അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് കേസിൽ ടെമ്പറേച്ചർ കുറവാണെന്നുള്ള കേസിൽ ലെങ്ത് ഓഫ് ദ ചെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് കുറച്ചൊന്ന് കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ചുരുങ്ങാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാരണം തന്നെ ലെങ്ത് ഓഫ് ദ ചെയിൻ കുറഞ്ഞു. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും. അതായത് കറക്ഷൻ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ്. നമ്മൾ മെഷർ ചെയ്തത് ഒറിജിനലിനേക്കാളും കൂടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ദ കറക്ഷൻ വിൽ ബി നെഗറ്റീവ്. ഈ കറക്ഷനെ നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. അതിനൊരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ആക്ച്വലി വന്നിരിക്കുന്നത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കവർ ചെയ്തിട്ടില്ല, അതിനകത്ത് തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു മെറ്റലിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സ്ട്രെസ്സ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കേസാണ് ഉള്ളത്. അതിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഓഫ് ദി പർട്ടിക്കുലർ മെറ്റൽ. സെയിം കേസാണ് ഇവിടെയും ഈ ഒരു ചെയിനിൻ്റെ കാര്യത്തിലും അപ്ലൈ ആവുന്നത്. ദ കറക്ഷൻ
in the due to temperature, that is CT equal to alpha into Tm minus T0 into L ആണ്. Alpha is the coefficient of thermal expansion of the chain metal. Tm എന്ന് പറയുന്നത് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എത്രയാണ് ആ ഒരു ടെമ്പറേച്ചർ, അതാണ് Tm കൊണ്ട് ഉദ്ദേശിക്കുന്നത്. T0 എന്ന് പറയുന്നത് ആ ഒരു ടേപ്പ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അത് എക്സാക്റ്റ് 20 മീറ്റർ തന്നെ ആയിരുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിനെയാണ് T0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. L എന്ന് പറയുന്നത് മെഷേർഡ് ലെങ്ത്, ഈ ഒരു ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള മെഷേർഡ് ലെങ്ത് ആണ്. സോ ഈ CT എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആവാം ഡിപ്പെൻഡിങ് അപ്പോൺ ദി Tm ആൻഡ് T0. ഇഫ് Tm ഇസ് ഗ്രേറ്റർ ദാൻ T0 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CT എന്ന് പറയുന്നത്, അതായത് ആ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. ഇഫ് ദ Tm ഇസ് ലെസ് ദാൻ T0 ഒബ്വിയസ്ലി CTയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് കറക്ഷൻ ഫോർ പുൾ അല്ലെങ്കിൽ ടെൻഷൻ. നേരത്തെ പറഞ്ഞു ചിലർ ആളുകൾ ലൂസായിട്ട് ചെയിൻ പിടിക്കും, ചില ആളുകൾ എന്താ ചെയ്യുക, ചില ആളുകൾ നല്ല ടൈറ്റായിട്ട് പിടിക്കും. അപ്പോൾ ടൈറ്റായിട്ട് പിടിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ചിലപ്പോൾ ഇതിൻ്റെ ലിങ്കുകൾ തമ്മിലൊന്ന് ലൂസ് ആവാനോ അല്ലെങ്കിൽ ലിങ്ക് ഇങ്ങനെ തുറന്ന്, ഇതുപോലെ റിങ്സ് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ റിങ്സ് ഇങ്ങനെ തുറന്നു പോകുമ്പോൾ ഇങ്ങനെ അടഞ്ഞിരിക്കേണ്ട ലിങ്ക് ആയിരുന്നു, അപ്പോൾ അതിങ്ങനെ ഒന്ന് തുറന്നു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. തുറന്നു പോകുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ചെയിനിൻ്റെ ലെങ്ത് കൂടുതലായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ടേപ്പിൻ്റെ കേസും, ടേപ്പും അതിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ ക്ലോത്ത് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ടേപ്പ് ഉള്ളത്. അപ്പോൾ അതും ഇങ്ങനെ ഒരു വലിഞ്ഞ് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു പുള്ള് മാത്രമേ ചെയിനിലും ടേപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നതാണ്. അപ്പോൾ ചെയിനിൽ അല്ലെങ്കിൽ ടേപ്പിൽ അപ്ലൈ ചെയ്യുന്ന പുള്ള് ഭയങ്കര കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് പുൾ. ഒരു സ്റ്റാൻഡേർഡ് പുള്ള് ഒബ്വിയസ്ലി ഉണ്ടാവും. ആ ഒരു സ്റ്റാൻഡേർഡ് പുള്ളിലായിരിക്കും ഇതിനൊരു 30 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്ററിനുള്ള എക്സാക്റ്റ് അത് പറഞ്ഞിരിക്കുന്ന ആ ഒരു നോമിനൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ലെങ്ത് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കൂടിയോ കുറഞ്ഞോ വരുമ്പോഴേക്കും ഒബ്വിയസ്ലി ഈ ചെയിൻ അല്ലെങ്കിൽ ടേപ്പിൻ്റെ ലെങ്ത്തിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ പുള്ള് കൂടിക്കഴിഞ്ഞാൽ ടേപ്പിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും. അങ്ങനെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവാകും ആൻഡ് ദ കറക്ഷൻ വിൽ ബി പോസിറ്റീവ്. അടുത്ത കേസ് എന്ന് പറയുന്നത് പുള്ള് കുറവാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ ടേപ്പ് കുറവായിരിക്കും, മെഷേർഡ് ലെങ്ത് കൂടുതലായിരിക്കും, കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദ ഇറർ ഈസ് ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി കറക്ഷൻ ആയിരിക്കും അക്കോർഡിംഗ് ടു ദെയർ സൈൻ. ഓക്കെ, ഇനി പുള്ളിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം ഒരു മെറ്റൽ ബാറ്, ഓക്കെ, മെറ്റൽ ബാറിനെ നമ്മളിങ്ങനെ പിടിച്ച് ഇതുപോലെ ടെൻഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു PL ഡിവൈഡഡ് ബൈ A ഇൻറ്റു E ആണ്. PL ഡിവൈഡഡ് ബൈ A ഇൻറ്റു E. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് C പുൾ, ദാറ്റ് ഈസ് എ കറക്ഷൻ ഡ്യൂ ടു പുൾ ഇസ് ഈക്വൽ ടു PM minus P0, that is the change in pull into L divided by area of the cross section of the chain ഡിവൈഡഡ് ബൈ E, ദാറ്റ് ഇസ് ദ യങ്സ് മോഡുലസ്. ഇവിടെ PM എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന ടൈമിൽ എന്തായിരുന്നു അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു എന്തായിരുന്നു ആ ഒരു പുള്ള് നമ്മൾ കൊടുത്തത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. P0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ചെയിനിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പുള്ള് എത്രയാണ് അത്. സോ C പുൾ ഇസ് ഈക്വൽ ടു PM മൈനസ് P0 ഡിവൈഡഡ് ബൈ L. ഇത് പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം ഡിപ്പെൻഡിങ് അപ്പോൺ ദി ദാറ്റ് PM ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ P0. അതിനനുസരിച്ച് ഇത് പോസിറ്റീവും നെഗറ്റീവും ആവാം. നെക്സ്റ്റ് വൺ വന്നിട്ട് സാഗ് കറക്ഷനാണ്. സാഗ് കറക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചേക്കേണ്ടിയിരുന്ന ചെയിനെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പിടിച്ചു. ഓക്കെ, അപ്പോൾ വളഞ്ഞിങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ലെങ്ത് എന്താണ് കൂട്ടിയാണ് മെഷർ ചെയ്യുന്നത്, ലെങ്ത്ത് കൂട്ടിയാണ് മെഷർ ചെയ്യുന്നത് ദാൻ ദാറ്റ് ഓഫ് ദി ഒറിജിനൽ. സോ കറക്ഷൻ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആവും. ഇപ്പോൾ ഇത് എല്ലും ഇത് L ഡാഷും ആണ്. ഇപ്പോൾ L ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ L ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇതിനൊരു പർട്ടിക്കുലർ
ഇക്വേഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാഗ് സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ ആ ഒരു ചെയിനിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വെയിറ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ ആ വെയിറ്റ് വെച്ചിട്ട് ഒരു കറക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സി സാഗ് is equal to capital W square into L0 divided by 24 PM square. Okay, capital W എന്ന് പറയുന്നത് that is the weight of the particular chain അല്ലെങ്കിൽ tape. L0 is the original length of the tape divided by 24 into PM square. PM square എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ ഒരു പുൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഇതിന് മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്. സ്മോൾ W സ്ക്വയർ ഇൻറ്റു L0 ക്യൂബ് ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു PM സ്ക്വയർ. സ്മോൾ W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. സ്മോൾ W എന്ന് പറഞ്ഞാൽ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. അപ്പോൾ ഈ കറക്ഷൻ, സാഗ് കറക്ഷൻ എപ്പോഴും ഇറ്റ് വിൽ ബി നെഗറ്റീവ്. അടുത്തതൊരു ടേം ഉണ്ട്, നോർമൽ ടെൻഷൻ എന്നാണ് ആ ഒരു ടേമിൻ്റെ പേര്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പർട്ടിക്കുലർ ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ചെയിൻ വെക്കണം. പക്ഷേ ചെയിൻ ഇങ്ങനെ പിടിച്ചപ്പോൾ ചെയിനിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങനെ സാഗ് ചെയ്ത് ഇങ്ങനെ വളഞ്ഞാൽ പോയത്. പക്ഷേ ഈ സാഗിനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. കാരണം ഇവിടെ നല്ല രീതിയിലൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഈ സാഗ് മാറ്റിയിട്ട് നമുക്കിതിനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രത്തോളം ഒരു ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാഗിൻ്റെ കാരണം ഉണ്ടാവുന്ന ആ ഒരു ഇറർ മാറ്റിയെടുക്കാം. ആ ഒരു ടെൻഷനെ പറയുന്ന പേരാണ് നോർമൽ ടെൻഷൻ. ദ പുൾ വിച്ച് വെൻ അപ്ലൈഡ് ടു ദി ടേപ്പ് ഈക്വലൈസസ് ദ കറക്ഷൻ ഡ്യൂ ടു പുൾ ആൻഡ് ദ കറക്ഷൻ ഡ്യൂ ടു സാഗ്. ഇതിനെ പറയുന്ന പേരാണ് നോർമൽ ടെൻഷൻ. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് Pn ആണ് ആ നോർമൽ ടെൻഷൻ എന്ന് വിചാരിക്കാം. മൈനസ് P0 ദി ഇൻറ്റു L ഡിവൈഡഡ് ബൈ A into E is equal to small w square, that is സാഗ് കാരണം ഉണ്ടാവുന്ന കറക്ഷൻ, L ക്യൂബ് ഡിവൈഡഡ് ബൈ 24 into Pn സ്ക്വയർ. Pn is the normal ടെൻഷൻ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ സാഗ് കറക്ഷൻ. അത് നെഗറ്റീവാണ്. അത് നമ്മുടെ പുള്ള് നല്ല രീതിയിലുള്ള പുള്ള് പോസിറ്റീവ് പുള്ളിന് ഈക്വൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ആ സാഗ് കറക്ഷൻ, സാഗ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള നോർമലി വേണ്ട ടെൻഷൻ അല്ലെങ്കിൽ പുൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് Pn ആണ്. ഓക്കെ, ഈ ഒരു കേസിൽ ദാറ്റ് ഇസ് Pn. അടുത്തത് സ്ലോപ്പ് കറക്ഷൻ ആണ്. സ്ലോപ്പ് കറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരുന്നു. ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ നമ്മൾ അതിനെ ഒരു സ്ലോപ്പിലാണ് പിടിച്ചിരിക്കുന്നത്. എന്തോ കാരണം കൊണ്ട് സ്ലോപ്പിലാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് B ആണ്. ഈ ഒരു ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തത് ക്യാപിറ്റൽ L ആണ്. ഇവർ തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എലിവേഷൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ h ആണ്. ഈ ഒരു ലെങ്ത്ത് സ്മോൾ h ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒബ്വിയസ്ലി L എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ B ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്ഷൻ ചെയ്യുമ്പോഴേക്കും ഈ ഒരു കറക്ഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. സോ ദ ഇക്വേഷൻ ഫോർ ദിസ് ഇസ് h സ്ക്വയർ ഡിവൈഡഡ് ബൈ 2L. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതായത് സ്ലോപ്പ് കറക്ഷൻ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കറക്ഷൻ വിൽ ബി സബ്ട്രാക്റ്റീവ് ആൻഡ് the equation for it is correction due to slope C is equal to minus h square divided by 2L ആയിരിക്കും. Next one is correction ഫോർ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഇതും സെയിം ഒരു രീതിയിലാണ് അതിൻ്റെ കറക്ഷൻ വരുന്നത്. അതായത് അലൈൻമെൻറ്റ് തെറ്റിച്ച് കൊടുക്കുകയാണ്. അലൈൻമെൻറ്റ് തെറ്റിച്ച് നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ട ഒരു സംഭവം അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതായത് സ്മോൾ എൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട ഒരു കാര്യത്തിന് ക്യാപിറ്റൽ L AB ആയിട്ട് തെറ്റായിട്ട് അലൈൻ ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെയും എൻ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറക്ഷൻ ഡ്യൂ ടു ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് HCH is equal to d square divided by 2 times that of the capital L ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇനി അടുത്തത് റിഡക്ഷൻ ടു സീ ലെവൽ. റിഡക്ഷൻ ടു സീ ലെവൽ സാധാരണ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. കാരണം ഇപ്പം നമ്മൾ എലിവേഷനും സംഭവങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും മീൻ സീ ലെവലിൽ നിന്നാണ് നമ്മൾ എലിവേഷൻ മെഷർ ചെയ്യുന്നത്. അങ്ങനെ ചില കേസിൽ വരും. ചില കേസിൽ വരുമ്പോൾ ഒന്ന് വെച്ചാൽ ഗ്രൗണ്ടിൻ്റെ മുകളിൽ നിന്നായിരിക്കും എലിവേഷനൊക്കെ എടുക്കുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് എപ്പോഴും പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മീൻ സീ ലെവലിൽ നിന്നാണ് സാധാരണഗതിയിൽ നമ്മൾ എലിവേഷനൊക്കെ പറയുന്നത്. അപ്പോൾ എലിവേഷനൊക്കെ പറഞ്ഞൊരു സർവേയും നടത്തുമ്പോൾ എലിവേഷനും വേണ്ടി വരും. ആ ഓരോ എലിവേഷൻ എടുത്ത പോയിന്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സെൻറ്റർ എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു എർത്തിൻ്റെ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് എർത്തിൻ്റെ മുകളിലുള്ള ആ ഒരു സർഫസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മുടെ മീൻ സീ ലെവൽ ആണെന്ന് വിചാരിക്കുക. മീൻ സീ ലെവൽ MSL എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണെന്ന് കരുതുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇതിപ്പോൾ ഗ്രൗണ്ട് ലെവലാണ്, ദിസ് ഈസ് ദ മീൻ സീ ലെവൽ. ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് സ്മോൾ h ആണെന്ന് വിചാരിക്കുക. ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സ്മോൾ h ആണെന്ന് വിചാരിക്കുക. മീൻ സീ ലെവൽ വരെയുള്ള എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ദറ്റ് ഇസ് എ റേഡിയസ് ഓഫ് ദ എർത്ത് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ L മെഷർ ചെയ്തു. ഗ്രൗണ്ടിന് അലോങ് ആയിട്ട് L ഡിസ്റ്റൻസ്, ഈ പോയിന്റുകൾ തമ്മിൽ L ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. മീൻ സീ ലെവലിൽ വരുമ്പോഴേക്കും ആ ഒരു ഡിസ്റ്റൻസ് ഒബ്വിയസ്ലി Lനേക്കാളും കുറവായിരിക്കും. അതിനെ നമ്മൾ D എന്ന് വിളിക്കുന്നു. അപ്പോൾ കറക്ഷൻ ഈസ് സച്ച് ദാറ്റ് ദ L ഈസ് ഗ്രേറ്റർ ദാൻ D. അപ്പോൾ നമുക്ക് മീൻ സീ ലെവലിലേക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെ പറയാം ജിയോഡെറ്റിക് ഡിസ്റ്റൻസ് എന്ന് പറയാം. അതായത് ക്യാപിറ്റൽ D ആണ് ജിയോഡെറ്റിക് ഡിസ്റ്റൻസ്. അപ്പോൾ ഒബ്വിയസ്ലി ഗ്രൗണ്ട് ഡിസ്റ്റൻസിൽ നിന്നും കുറയ്ക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയാണ് കുറയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, correction due to mean sea level is equal to capital L small h divided by R, that is negative. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ Lൽ നിന്നും ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ D കിട്ടും. ഇതാണ് റിഡക്ഷൻ ടു മീൻ സീ ലെവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറക്ഷൻ ഡ്യൂ ടു ചെയിനിങ്ങിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് കുറച്ച് ഡിഗ്രി ഓഫ് ആക്യുറസി ഇൻ ചെയിനിങ്. ഇത് ജസ്റ്റ് ടെക്സ്റ്റിൽ ഉണ്ടായതുകൊണ്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻവാർ ടേപ്പ് പിന്നെ കേസ്, ദെൻ ചെയിനിങ്ങിൻ്റെ കേസ്, 2 കേസസ് ഉണ്ട്. ആവറേജ് കണ്ടീഷനിൽ ആക്യുറസി വരുന്നത് 1/500. അതുപോലെ റഫ് അല്ലെങ്കിൽ ഹില്ലി ടെറൈനിൽ ചെയിനിങ് വരുമ്പോൾ 1/250. ഈ 3 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ചെയിൻ സർവേയിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവേ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമുക്ക് നോക്കാം. താങ്ക് യു.